നമസ്കാരം. നമ്മൾ ഇന്ന് SSLC മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ മാത്തമാറ്റിക്സ് സെറ്റ് എയിലുള്ള സെക്ഷൻ ഡി ക്വസ്റ്റ്യൻ നമ്പർ 17 മുതൽ 19 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് മക്കളെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ ഒന്നാമത്തെ 17ാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോടാ. എന്താ 17ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്? വൺ ഓഫ് ദ പെർപെൻഡിക്കുലർ സൈഡ്സ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ഈസ് 6 centimeters longer than the other and the area of the triangle is 56 square centimeters. Write this information as a second degree equation. Calculate the length of the shortest side. ഇത്രയാണല്ലോ മക്കളെ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. അതായത് ഇത്രയേ ഉള്ളൂ, ഒരു മട്ടത്രികോണം അല്ലെങ്കിൽ ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ ലംബവശങ്ങളിൽ, അതായത് പെർപെൻഡിക്കുലർ സൈഡുകളിലെ ഒരെണ്ണം, അതായത് ആ രണ്ടാമത്തതിനേക്കാൾ 6 സെന്റിമീറ്റർ കൂടുതലാണ് എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ രണ്ട് സൈഡുകളില് ഇതാ നോക്കിയടാ, നമുക്ക് ഇവിടെ കാണാലോ, ഇതാ ഈ കാണുന്നതാണ് നമ്മുടെ പെർപെൻഡിക്കുലർ സൈഡ്സ് അല്ലെങ്കിൽ ലംബവശങ്ങൾ എന്ന് പറയുന്നത്. ഇതാ ഈ സൈഡും ഈ സൈഡിനെയാണ് മക്കളെ നമ്മൾ എന്ത് പറയാ, ലംബവശങ്ങൾ അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ സൈഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സൈഡ്സിൽ ഒരെണ്ണത്തിനേക്കാൾ മറ്റേതിന് 6 സെന്റിമീറ്റർ കൂടുതലാണ്. അതുപോലെ ഈ ട്രയാങ്കിളിന്റെ ഏരിയ അല്ലെങ്കിൽ ഈ ത്രികോണത്തിന്റെ പരപ്പളവ് 56 സെന്റിമീറ്റർ സ്ക്വയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മള് ഇത് ഉപയോഗിച്ചിട്ട് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഫോം ചെയ്യുക അല്ലെങ്കിൽ രണ്ടാം കൃതി സമവാക്യം ഉണ്ടാക്കിയെടുക്കുക. ഇതാണ് നമ്മുടെ ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് മക്കളെ നമുക്ക് ചെയ്യാൻ പറ്റുക? നമുക്ക് തന്നിട്ടുള്ള ആ ഒരു ഡാറ്റ വെച്ചിട്ട് നോക്കിയടാ മക്കളെ, ഞാന് ഇതിന്റെ ചെറിയ വശത്തിന് എക്സ് എന്ന് പറഞ്ഞിട്ട് എടുക്കുകയാണെങ്കിൽ ഈ വലിയ വശം എന്തായിരിക്കും മക്കളെ വരിക? x+6 എന്ന് പറഞ്ഞിട്ട് എഴുതിക്കൂടെ? കാരണം ലംബവശങ്ങളിൽ ഒരെണ്ണത്തിനേക്കാൾ മറ്റേത് 6 സെന്റിമീറ്റർ കൂടുതലാണെന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഒരെണ്ണം എക്സ് ആണെങ്കിൽ മറ്റേത് എന്തായിരിക്കും വരിക? x+6 ആയിരിക്കും വരിക. ഇനി എനിക്ക് ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് എത്രയാണെന്ന് അറിയണം മക്കളെ. ഏരിയ 56 സെന്റിമീറ്റർ സ്ക്വയർ ആണെന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ഏരിയ 56 സെന്റിമീറ്റർ സ്ക്വയർ ആണെന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എല്ലാവർക്കും അറിയാലോ. എങ്ങനെയാ മക്കളെ? ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ മട്ടത്രികോണത്തിന്റെ എങ്ങനെയാണ് ഏരിയ കണ്ടുപിടിക്കുക? ഇതാണ് നമ്മുടെ മട്ടത്രികോണം എന്നുണ്ടെങ്കിൽ ഇത് ബി ആയിട്ടും ഇത് എച്ച് ആയിട്ടും എടുക്കുകയാണെങ്കിൽ ഇതിന്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച് എന്ന് പറയുന്നതായിരിക്കും. അപ്പൊ ഇങ്ങനെ വരുമ്പോ നോക്കിയാടാ മക്കളെ, എനിക്ക് എന്തെന്ന് പറഞ്ഞിട്ട് എഴുതാം? ഏരിയ ഈസ് ഈക്വൽ ടു, ഞാനിവിടെ ഹാഫ് ഇൻറ്റു, ഞാനിവിടെ എഴുതാൻ പോവാണ് മക്കളെ, ഹാഫ് ഇൻറ്റു എക്സ് ഇൻറ്റു x+6 ഈസ് ഈക്വൽ ടു, എനിക്ക് എന്തെന്ന് പറഞ്ഞിട്ട് എഴുതാടാ മക്കളെ? 56 എന്ന് പറഞ്ഞിട്ട് എഴുതാം. ആദ്യം തന്നെ ഈ ഡിവൈഡഡ് ബൈ 2 ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ എക്സ് ഇൻറ്റു x+6 ഈസ് ഈക്വൽ ടു 56 ഇൻറ്റു 2 എത്രയാടാ മക്കളെ വരിക? 56 ഇൻറ്റു 2 എത്രയാടാ വരിക? 50 ഇൻറ്റു 2 100, 6 ഇൻറ്റു 2 6 ഇൻറ്റു 2 12, 112 എന്ന് പറഞ്ഞിട്ട് വരൂടാ. അപ്പൊ 112 എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഇനി ഈ എക്സ് ഇൻറ്റു x+6 ചെയ്യണം എനിക്ക്. ഈ x+6 മൊത്തമായിട്ട് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എക്സ് ഇൻറ്റു ആദ്യം ഞാൻ നോക്കിയടാ മക്കളെ, എക്സ് ഇൻറ്റു എക്സ് ചെയ്യാൻ പോവാ. എക്സ് ഇൻറ്റു എക്സ് എന്താടാ വരിക? x² പ്ലസ് എക്സ് ഇൻറ്റു 6 എത്രയാടാ മക്കളെ വരിക? 6x ഈസ് ഈക്വൽ ടു 112 എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റും എനിക്ക്. ഇനി ഇതാ നോക്കിയേ മക്കളെ, ഞാന് x² പ്ലസ് 6x മൈനസ് 112 ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ട് എഴുതി. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? ഈ ഒരു തന്നിട്ടുള്ള കണ്ടീഷൻ വെച്ചിട്ടുള്ള സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അല്ലെങ്കിൽ രണ്ടാം കൃതി സമവാക്യം എന്ന് പറയുമ്പോൾ ഇത്ര മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. അപ്പൊ നമ്മൾ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ആയി കഴിഞ്ഞു. 1 മാർക്കിന്റെ ആൻസർ ആണ് ഞാൻ ഈ പറഞ്ഞത്. റൈറ്റ് ദീസ് ഇൻഫർമേഷൻ ആസ് എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്നുള്ള ആൻസർ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ദ ഷോർട്ടസ്റ്റ് സൈഡ്, അതായത് ഈ പറഞ്ഞ ഇക്വേഷന്റെ സോൾവ് ചെയ്യണം. ഈ പറഞ്ഞ ഇക്വേഷൻ എനിക്ക് എന്ത് ചെയ്യണം മക്കളെ? അതിന്റെ ആൻസർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പല മെത്തേഡുകൾ അറിയാം. നമുക്കിവിടെ ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പരിപാടി എന്ന് പറയുന്നത് ഏതാണ്? നമുക്ക് ഇക്വേഷൻ മെത്തേഡ് വെച്ചിട്ട് തന്നെ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ, ax² പ്ലസ് bx പ്ലസ് c ഈസ് ഈക്വൽ ടു 0. ഇങ്ങനെയാണ് നമ്മുടെ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കിടക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ എക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണെന്നാണ് പറയുന്നത് മക്കളെ? -b പ്ലസ് ഓർ മൈനസ് √b² മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a എന്ന് പറയുന്നതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് ഇവിടെ അറിയേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞതിൽ നിന്ന് എ എന്താണ്, ബി എന്താണ്, സി എന്താണെന്ന് അറിയണം. അതല്ലേ ആദ്യമായിട്ട് അറിയേണ്ടത്. അപ്പൊ ഞാൻ നോക്കിയടാ മക്കളെ, ഞാൻ എയും ബിയും സിയും എന്താണെന്ന് എഴുതാൻ പോവാണ്. ഇവിടെ എത്രയാണോ മക്കളെ? എനിക്ക് അറിയാലോ, എ എന്ന് പറയുമ്പോൾ എത്രയാണോ മക്കളെ വരുന്നത്? എ ഈസ് ഈക്വൽ എത്രയാ വരുന്നത്? 1 ആണ് വരുന്നത്. കാരണം x² ഇപ്പുറത്ത് അവിടെ ആരെയും കാണാനൊന്നുമില്ല. അപ്പൊ അവിടെ നമ്മൾ എന്തായിട്ട് എടുക്കണം? 1 ആയിട്ട് എടുക്കണം. അടുത്തത് ബി എന്ന് പറയുന്നത് ബി ഈസ് ഈക്വൽ ടു എന്തുകൊണ്ടാണ് മക്കളെ വരുന്നത്? 6 എന്ന് പറഞ്ഞിട്ടാണ്
വരുന്നത്. സി ഈസ് ഈക്വൽ ടു എനിക്ക് എന്ന് പറഞ്ഞെടുക്കാണ് മക്കളെ -112 എന്ന് പറഞ്ഞെടുക്കാം. 6 ഈസ് ഈക്വൽ ടു എന്താണ് മക്കളെ വരിക? -112 എന്ന് പറഞ്ഞിട്ടാണ് വരിക. അപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾ ചെയ്യാന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ഇനി ഇതാ ഈ ഇക്വേഷനിൽ കൊടുക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ ഒരു ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ എങ്ങനെയാണ് മക്കളെ വരിക? -b എന്ന് പറയുമ്പോൾ -6 ± √b² എന്ന് പറയുമ്പോൾ എത്രയാണ് മക്കളെ വരിക? 6a² -4 ഇൻറ്റു എക്ക് പകരം എന്ത് കൊടുക്കാം? 1 ഇൻറ്റു സിക്ക് പകരം -112 എന്ന് കൊണ്ട് കൊടുക്കാം. ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1. ഇതാണ് നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വരുന്നത്. ഇനി നിങ്ങൾക്ക് ചെയ്യാൻ അറിയാന്ന് വിചാരിക്കണോ? 6² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് മക്കളെ? 6² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് വരുന്നത്? 36 ആണ് വരുന്നത്. അതുപോലെ 4 ഇൻറ്റു 1 ഇൻറ്റു -112 ഈസ് ഈക്വൽ ടു എന്തായിരിക്കും മക്കളെ വരിക? 4 ഇൻറ്റു 1 4 ഇൻറ്റു 1 എന്തായിരിക്കും വരിക മക്കളെ? 4 ആയിരിക്കും വരിക. 4 ഇൻറ്റു -112 അതായത് 112 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്രയാണ് മക്കളെ വരിക? 448 448 എന്ന് പറഞ്ഞിട്ട് വരും. 448 എന്ന് പറഞ്ഞിട്ടാണ് മക്കളെ വരിക. 448 എന്ന് പറഞ്ഞിട്ട് വരും. അപ്പൊ എനിക്ക് കിട്ടിക്കഴിഞ്ഞു. ഞാൻ ഇനി ഇവിടെ എഴുതാൻ പോവാണ് -6 ± √6² പകരം 36 മൈനസ് ഓൾറെഡി ഇവിടെ ഉണ്ട്. ഇവിടെ കിട്ടിയ ആൻസർ എത്ര എഴുതണം മക്കളെ? -448 ആണ്. 4 ഇൻറ്റു മൈനസ് എന്താ പറയാ? ഒരു മിനിറ്റ്. 4 ഇൻറ്റു ഇവിടെ എന്തായിരുന്നു? -112 ആയിരുന്നില്ല മക്കളെ. അപ്പൊ ഒരു പോസിറ്റീവ് നമ്പറിനെ നെഗറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായിരിക്കും വരിക? നെഗറ്റീവ് അല്ലേ ആൻസർ വരിക. അപ്പൊ അവിടെ -448 അല്ലെങ്കിൽ 448 ആണ് വരിക. അപ്പൊ അതാ ഞാനിവിടെ -448 എന്ന് പറഞ്ഞിട്ട് എഴുതി. ഓൾ ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഈ മൈനസും കൂടി ഇതെന്തായിട്ട് മാറും മക്കളെ? പ്ലസ് ആയിട്ട് മാറും. അപ്പൊ 448ന്റെ കൂടെ 448ന്റെ കൂടെ എനിക്ക് എന്ത് ആഡ് ചെയ്യണം? 448ന്റെ കൂടെ 36 ആഡ് ചെയ്യണം. 36 ആഡ് ചെയ്യുമ്പോൾ എങ്ങനെയാ മക്കളെ വരിക? 8 + 6 എത്രയാണ് വരിക? 14 4 ബാക്കി 1 5 1 + 4 5 5 + 3 8 484 എന്ന് പറഞ്ഞിട്ടാണ് മക്കളെ വരിക. 484 എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ റൂട്ടിന്റെ ഉള്ളിലുള്ള ആ ഒരു ടേം ആയിട്ട് മാറുക എന്ന് പറയുന്നത്. അപ്പൊ -6 ± √484 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞിട്ട് കിട്ടുള്ള മക്കളെ. അപ്പൊ നമുക്കറിയാം, അതായത് 484 എന്ന് പറയുമ്പോൾ 20ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ വരിക? 20യുടെ സ്ക്വയർ എത്രയാണ് വരിക? 400 ആണ് വരിക. അതുപോലെ 30യുടെ സ്ക്വയർ എത്രയാണ് വരിക മക്കളെ? 900 ആണ് വരിക. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിന്റെ രണ്ടിന്റെ ഇടയിലുള്ള ഒരു നമ്പർ ആവാനാണ് സാധ്യത. 484ന്റെ റൂട്ട് എന്ന് പറയുന്നത് മേ ബി 22 ഓർ 28 വരാനാണ് സാധ്യത. ഒന്നുകിൽ 22 ആയിരിക്കാം, അല്ലെങ്കിൽ 28 വരാനായിരിക്കും സാധ്യത എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കാരണം 8 × 8 64 ലാസ്റ്റ് ഡിജിറ്റ് 4 ആണ് വരിക. അതുപോലെ 2 × 2 ലാസ്റ്റ് ഡിജിറ്റ് 4 ആണ് വരിക. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോ നമുക്ക് ഇവിടെ 22 × 22 എന്ന് പറയുമ്പോൾ ആൻസർ എന്തായിട്ട് കിട്ടൂടാ മക്കളെ? 484 എന്ന് കൊണ്ട് കിട്ടും. അപ്പൊ അതായത് എനിക്ക് ഇവിടെ എന്തുകൊണ്ട് എഴുതാം? -6 ± 22 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഇതാടാ മക്കളെ. ഇനി ഞാൻ ഇതിന് ചെയ്യുമ്പോൾ എങ്ങനെയാണോ മക്കളെ വരിക? ഞാനിവിടെ എക്സിന്റെ വാല്യൂ ആയിട്ട് -6 + 22 ഡിവൈഡഡ് ബൈ 2, അതുപോലെ x ഈസ് ഈക്വൽ ടു എനിക്ക് എന്തുകൊണ്ട് എഴുതാടാ മക്കളെ? -6 - 22 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പൊ -6 + 22 എത്രയാണോ മക്കളെ വരിക? -6 + 22 എത്രയായിരിക്കും വരിക? 16/2 16 ഡിവൈഡഡ് ബൈ 2. അതായത് വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക, വലുതിന്റെ ചിഹ്നം ഇടുക. 16/2 ഈസ് ഈക്വൽ ടു എത്രയാണോ മക്കളെ വരിക? 8 എന്ന് പറഞ്ഞിട്ട് വരും. ഇവിടെ ആവുമ്പോ എത്രയാണോ മക്കളെ വരിക? -28 -6 പ്ലസ് -22 ആയിട്ട് മാറും. അപ്പൊ -28 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞിട്ടാണ് വരിക. അപ്പൊ ആൻസർ എന്താ വരിക? -14 എന്ന് പറഞ്ഞിട്ടാണ് വരിക. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും ഈ ഒരു വാല്യൂ നമുക്ക് എപ്പോഴെങ്കിലും സൈഡ് ആയിട്ട് വരുന്നു തോന്നുന്നുണ്ടോ? അപ്പൊ ഇതായിരിക്കാൻ സാധ്യത കുറവാണ് ആൻസർ എന്ന് പറയുന്നത്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഏതായിരിക്കാനാ മക്കളെ സാധ്യത? 8 ആയിരിക്കാനാണ് സാധ്യത. x ഈസ് ഈക്വൽ ടു എന്തായിരിക്കും മക്കളെ വരിക? 8 ആയിരിക്കും വരിക. അതായത് ഷോർട്ടസ്റ്റ് സൈഡ് അല്ലെങ്കിൽ എന്താ പറയാ, ഷോർട്ടസ്റ്റ് സൈഡ് അല്ലെങ്കിൽ ഏറ്റവും ചെറിയ വശം എന്ന് പറയുന്നത്, ചെറിയ വശത്തിന്റെ നീളം എത്രയായിരിക്കും മക്കളെ വരിക? ചെറിയ വശത്തിന്റെ നീളം എന്ന് പറയുന്നത് 8 സെന്റിമീറ്റർ ആവാനാണ് സാധ്യത. ചെറിയ വശത്തിന്റെ നീളം എന്ന് പറയുന്നത് 8 സെന്റിമീറ്റർ ആവാനാണ് സാധ്യത. അപ്പൊ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇത്രയുള്ളൂടാ. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്നാൽ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോടാ. അടുത്ത ചോദ്യത്തിലോട്ട് പോയാലാ
18ാമത്തെ ക്വസ്റ്റ്യൻ, കൺസിഡർ ദ അരിതമാറ്റിക് സീക്വൻസ് ഗിവൺ ബിലോ. സീക്വൻസ് 1 എന്ന് പറയുന്നത് 5, 8, 11 സീക്വൻസ് 2 എന്ന് പറയുന്നത് 4, 7, 10 ആണ് മക്കളെ. വാട്ട് ഈസ് ദ റിമൈൻഡർ ഓൺ ഡിവൈഡിംഗ് ഈച്ച് ടേം ഓഫ് ദ ഫസ്റ്റ് സീക്വൻസ് ബൈ 3? അതായത് ഒന്നാമത്തെ ശ്രേണി എന്ന് പറഞ്ഞിട്ട് 5, 8, 11 രണ്ടാമത്തെ ശ്രേണി എന്ന് പറഞ്ഞിട്ട് 4, 7, 10 എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. ആദ്യത്തെ ശ്രേണിയിലെ പദങ്ങളെയെല്ലാം 3 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന മിച്ചം എത്രയാണ്? അതുപോലെ രണ്ടാമത്തെ ശ്രേണിയിലെ പദങ്ങളെയെല്ലാം 3 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം എത്രയാണ്? ഇതാണ് മക്കളെ ആദ്യത്തെ 2 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് മക്കളെ. അപ്പൊ നമുക്ക് അത് എങ്ങനെയാ ചെയ്യാ? വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാലോടാ. എങ്ങനെയാണോ മക്കളെ നമ്മൾ ചെയ്യാ? ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്തായിരുന്നു? ആദ്യത്തെ ശ്രേണിയിലെ പദങ്ങളേക്ക് 3 കൊണ്ട് ഹരിക്കാനാ പറയുന്നത്. എന്റെ മക്കൾക്ക് എല്ലാവർക്കും ഹരിക്കാൻ അറിയാലോ, ഡിവൈഡ് ചെയ്യാൻ അറിയാലോ. അപ്പൊ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുക? 5നെ ഞാൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. 5നെ ഞാൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. അപ്പൊ 5നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണോ മക്കളെ വരിക? 1 3s are 3. ബാക്കി റിമൈൻഡർ എത്ര വന്നൂടാ? 2 വന്നു. അടുത്ത ടേം ആയിട്ടുള്ള 8നെ ഞാൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് മക്കളെ വരിക? 2 3s are 6. ബാക്കി റിമൈൻഡർ എത്ര വന്നു? 2 വന്നു. ദെൻ അടുത്ത ടേം ആയിട്ടുള്ള 11നെ ഞാൻ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാണ്? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 3s are 9. ബാക്കി റിമൈൻഡർ എത്ര വന്നു? 2 വന്നു. അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ കിട്ടിയല്ലോ. എന്താണ് മക്കളെ? ആദ്യത്തെ ശ്രേണിയിലെ പദങ്ങളെയെല്ലാം 2 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ വരിക? ഒന്നാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ എത്രയാടാ വരിക? 2 ആണ് വരിക. ഒന്നാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ എത്രയാടാ മക്കളെ വരിക? 2 ആണ് വരിക. അതാ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തായിരുന്നു മക്കളെ? വാട്ട് ഈസ് ദ റിമൈൻഡർ on dividing each term of the second sequence by 3 എന്നാ ചോദിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ ശ്രേണിയിലെ പദങ്ങളെ എല്ലാം 3 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന മിച്ചം എത്രയാണ്? നേരത്തെ ചെയ്ത മാതിരി തന്നെ ഡിവൈഡ് ചെയ്യാൻ അറിയാലോ. 4നെ ഞാൻ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാടാ? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാ. അപ്പൊ 1 3s are 3. ബാക്കി റിമൈൻഡർ എത്രയായിട്ട് വരും മക്കളെ? 1 വരും. അടുത്ത ടൈം ആയിട്ടുള്ള 7നെ ഞാൻ ഡിവൈഡ് ചെയ്യാൻ പോവാണ്. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ് വരിക മക്കളെ? 2 3s are 6. അല്ലെങ്കിൽ 2 3 6. ബാക്കി റിമൈൻഡർ എത്ര വന്നു? 1 വന്നു. 10 എന്ന് പറയുന്ന ടൈമിന് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 3 3s are 9 ഡിവൈഡഡ് ബൈ 10 9 പോയി കഴിഞ്ഞാൽ ബാക്കി 1 വന്നു. അതായത് ഈ പറഞ്ഞ രണ്ടാമത്തെ ശ്രേണിയിലെ പദങ്ങളെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന മിച്ചം എത്രയാണ് മക്കളെ? 1 ആണ് വരുന്നത്. അപ്പൊ ഞാൻ അതിന്റെ ആൻസർ ആയിട്ടുള്ള 1 എന്ന് പറയുന്നത് അവിടെ എഴുതിയിടാം മക്കളെ. 1 എന്ന് പറയുന്നത് ആൻസർ ആയിട്ട് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ചോദ്യം, അതിലെ മൂന്നാമത്തെ ചോദ്യം എന്തായിരുന്നു മക്കളെ? മൂന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൂവ് ദാറ്റ് ദ സ്ക്വയർ ഓഫ് ഈച്ച് ടേം ഓഫ് ദ ഫസ്റ്റ് സീക്വൻസ് ഈസ് എ ടേം ഓഫ് ദ സെക്കൻഡ് സീക്വൻസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഫസ്റ്റ് ടേമിന്റെ, അതായത് ഫസ്റ്റത്തെ സീക്വൻസിന്റെ nth ടേം കണ്ടുപിടിക്കണം ഞാൻ. അതായത് ഓരോ ടേമിനെയും ആണ് കോമൺ ആയിട്ടാണ് പറയുന്നത്. അപ്പൊ ഞാൻ അവിടെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് എന്താ പറയാ, ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം കൂടിയും പറയാൻ ശ്രമിക്കുകയാണ്. ഈ ഒന്നാമത്തെ ശ്രേണിയുടെ അല്ലെങ്കിൽ ഫസ്റ്റത്തെ സീക്വൻസിന്റെ പ്രത്യേകത എന്താണ്? 3 യോട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 വരേണ്ടത് എന്നുള്ളതാണ്. രണ്ടാമത്തെ സീക്വൻസിന്റെ പ്രത്യേകത എന്താണ്? 3 യോട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിന്റെ റിമൈൻഡർ ആയിട്ട് എന്ത് വരുന്നുണ്ട്? 1 വരുന്നുണ്ട്. അപ്പൊ ഞാൻ നോക്കിയേ, ഫസ്റ്റത്തെ സീക്വൻസിന്റെ ഞാൻ nth ടേം കണ്ടുപിടിക്കാൻ പോവാ. nth ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ് മക്കളെ? xn is equal to dn plus f minus d എന്ന് പറയുന്നതാണ് ഇക്വേഷൻ. ചിലപ്പോൾ മേ ബി നിങ്ങളോട് ടീച്ചേഴ്സ് പറഞ്ഞിട്ട് തന്നിട്ടുണ്ടാവാ എഫിന് പകരം x1 ഉപയോഗിക്കാന്ന എന്തെങ്കിലും ആയിരിക്കും. ഏതാണോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഉപയോഗിച്ചാൽ മതി. ഇവിടെ nth ടേം കണ്ടുപിടിക്കുക, ഞാൻ അത്ര മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ xn is equal to dn plus f minus d എന്ന് പറയുന്ന ഇക്വേഷൻ ആകുമ്പോൾ എനിക്ക് ആദ്യം എന്താ അറിയണടാ മക്കളെ? ഇവിടുത്തെ f എത്രയാണെന്ന് അറിയണം. f എത്രയാണോ മക്കളെ വരുന്നത്? 5 ആണ്. ഡി എങ്ങനെയാണ് മക്കളെ കണ്ടുപിടിക്കുക? സെക്കൻഡ് ടൈമിൽ നിന്ന് ഫസ്റ്റ് ടൈം കുറച്ചാ പോരെ. അപ്പൊ 8 - 5 ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞു കിട്ടൂടാ മക്കളെ എനിക്ക് 3 എന്ന് പറഞ്ഞു കിട്ടും. ഡി എന്ന് പറയുന്നത് 3 ആണ്. എഫ് എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ വരുന്നത്? 5 ആണ് വരുന്നത്. ഞാൻ ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാൻ പോവാ. ഡിക്ക് പകരം എന്തിട്ട് കൊടുക്കാൻ പോവാടാ? 3n പ്ലസ് എഫിന് പകരം 5 - 3 ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞു കിട്ടൂടാ മക്കളെ 3n + 2 എന്ന് പറഞ്ഞു കിട്ടും. ഇതാണ് മക്കളെ എന്റെ ഒന്നാമത്തെ സീക്വൻസിന്റെ nth ടേം എന്ന് പറയുന്നത്. ഒന്നാമത്തെ സീക്വൻസിന്റെ nth ടേം എന്ന് പറയുന്നത് 3n + 2 ആണ്. വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്താ പറയാ, രണ്ടാമത്തേന്റെയും വേണമെന്നുണ്ടെങ്കിൽ കണ്ടുപിടിച്ചു വെക്കാന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നിർബന്ധമൊന്നുമില്ല. വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ എങ്ങനെയാണോ മക്കളെ കണ്ടുപിടിക്കുക? എഫ് എന്ന് പറയുമ്പോൾ 4 ആണ് വരുന്നത്. ഡി എന്ന് പറയുമ്പോൾ എത്രയാണോ മക്കളെ വരുന്നത്? 7 - 4 ഈസ് ഈക്വൽ ടു എത്രയാണ് വരുന്നത്? 3 ആണ് വരുന്നത്. അപ്പൊ എങ്ങനെയാണ് എക്സിനെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ് പറഞ്ഞത്? dn + f - d ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഡിക്ക് പകരം എന്ത് കൊടുക്കാണോ മക്കളെ എനിക്ക്? 3n + എഫിന് പകരം 4 - 3 ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടൂടാ 3n + 1 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഇതാണ് മക്കളെ എന്തെന്ന് പറയുന്നത്? രണ്ടാമത്തെ സീക്വൻസിന്റെ nth ടേം എന്ന് പറയുന്നത്. കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. 3n + 1 എന്ന് പറയുമ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ 3ന്റെ മൾട്ടിപ്പിളിന്റെ കൂടെ 1 കൂട്ടിയ ആള്, അല്ലെങ്കിൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1
വരാൻ സാധ്യതയുള്ള ആള്. അതാണ് അതിന്റെ ആ ഒരു ജനറൽ ഫോർമാറ്റിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി ഞാൻ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. എനിക്കറിയാം ഒന്നാമത്തെ സീക്വൻസിന്റെ nth ടേം എന്ന് പറയുന്നത് 3n+2 ആണ്. ഞാനിവിടെ എഴുതി xn ഈസ് ഈക്വൽ ടു എന്ന് എഴുതാൻ പോടാ, xn ഈസ് ഈക്വൽ ടു 3n+2 എന്ന് പറഞ്ഞിട്ട് എഴുതി. രണ്ടാമത്തെ ടേമിന്റെ എത്രയാണ് മക്കളെ വരുന്നത്? xn ഈസ് ഈക്വൽ ടു 3n+1 ആണ് വരുന്നത്. ഈ രണ്ട് സീക്വൻസിന്റെയും കാര്യങ്ങൾ ഞാൻ ഇവിടെ എഴുതി കഴിഞ്ഞുകൂടാ മക്കളെ. ഇനി ആദ്യത്തെ ഫസ്റ്റ് സീക്വൻസിന്റെ ഓരോ ടേമിന്റെയും സ്ക്വയർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഓരോ ടേമിന്റെയും സ്ക്വയർ എന്ന് പറയുമ്പോൾ ഞാൻ ഈ nth ടേമിന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ പോവാടാ. nth ടേമിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എങ്ങനെയാ മക്കളെ വരിക? 3n+2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടാണ് വരിക. ഇത് ഏത് ഫോർമാറ്റിൽ എടുക്കുന്ന ഇക്വേഷൻ ആണ് മക്കളെ? a+b ഹോൾ സ്ക്വയർ എന്നുള്ള ഫോർമാറ്റിലാണ് എടുക്കുന്നത്. a+b ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയാണോ മക്കളെ വരിക? എങ്ങനെയാ അതിന്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്? a² + 2ab + b². ഇതാണ് മക്കളെ നമുക്ക് ഇവിടെ ആവശ്യമായിട്ട് വരുന്ന എക്സ്പാൻഷൻ ഫോം എന്ന് പറയുന്നത്. ഇത് എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ അതൊന്ന് ഓർമ്മയിൽ വെക്കുക. ഇനി ഇവിടെ എക്ക് പകരം കിടക്കുന്ന ആളാരാണ് മക്കളെ? 3n. ബിക്ക് പകരം കിടക്കുന്ന ആളാരാണ് മക്കളെ? 2 ആണ് വരുന്നത്. അപ്പൊ a² എന്ന് പറയുമ്പോൾ എന്തായിരിക്കും മക്കളെ വരിക? a² എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരിക? a² എന്ന് പറയുമ്പോൾ അറിയാം 3n-ന്റെ സ്ക്വയർ ആണ് വരുന്നത്. 3ക്ക് മാത്രം സ്ക്വയർ കണ്ടാൽ മതിയോ? ഇല്ലല്ലോ. n-ന് മാത്രം സ്ക്വയർ കണ്ടാൽ മതിയോ? ഇല്ലല്ലോ. 3ക്കും കാണണ്ടേ? അപ്പൊ 3ന്റെ സ്ക്വയർ എത്രയാണ് വരിക? 9. n-ന്റെ സ്ക്വയർ എത്ര വരിക? 9n² എന്ന് എഴുതാൻ പറ്റും. ഇനി അതുപോലെ 2ab കണ്ടുപിടിക്കുന്നത് എനിക്ക് 2ab എന്ന് പറയുമ്പോൾ എത്രയാണ് മക്കളെ വരിക? 2 × 3n × 2. അപ്പൊ 2 × 2 എത്രയാണ് മക്കളെ വരിക? 4. 4 × 3 എത്രയാ വരിക? 12n എന്ന് പറഞ്ഞിട്ട് കിട്ടും. 2ab എന്ന് പറയുന്നത് എന്താണെന്ന് കിട്ടി എനിക്ക്? 12n ആണെന്ന് കിട്ടി. ഇനി b² എന്ന് പറയുമ്പോൾ എത്രയാണ് മക്കളെ വരിക? ബിയുടെ വാല്യൂ ആയിട്ട് എന്താ എടുക്കുന്നത്? ഇവിടെ 2 അല്ലേ എടുക്കുന്നത്. അപ്പൊ 2² ഈസ് ഈക്വൽ ടു എന്നും പറഞ്ഞു കിട്ടും മക്കളെ എനിക്ക് 4 എന്ന് പറഞ്ഞു കിട്ടും. ഞാൻ ഈ ഒരു എക്സ്പാൻഷനിൽ കൊടുക്കാൻ പോവാണ്. a+b ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പറഞ്ഞിരുന്നത്? a² എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ വരുന്നത്? 9n² പ്ലസ് അടുത്തത് എന്താണ് മക്കളെ വരിക? 2ab എന്ന് പറയുമ്പോൾ എന്താണ് പറഞ്ഞത്? 12n ആണ്. പ്ലസ് അടുത്തത് എന്ത് പറഞ്ഞിട്ട് എഴുതാം? b² എന്നുള്ളതിന് പകരം എനിക്ക് 4 എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഇനി എനിക്കറിയേണ്ടത് ഈ പറഞ്ഞ ആളുടെ സ്ക്വയർ കണ്ടു. ഇതിലെ രണ്ടാമത്തെ ശ്രേണിയിലെ എല്ലാ പദങ്ങളും ഇതിലുണ്ട് എന്ന് തെളിയിക്കാനാണ് പറഞ്ഞത്. അപ്പൊ ഈ രണ്ടാമത്തെ ശ്രേണിയുടെ പ്രത്യേകത എന്താണെന്ന് ഞാൻ എന്റെ മക്കളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ വരുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞു. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ വരുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ശിഷ്ടം വരുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒരു കേസിലോട്ട് ഞാൻ എത്തിക്കുക എന്നുള്ളതാണ് എന്റെ ശ്രമം എന്ന് പറയുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നോക്കിയാടാ മക്കളെ, ഇവിടെ 9n² എന്ന് പറയുമ്പോൾ എനിക്ക് അതിനുള്ളിൽ നിന്ന് 3നെ പുറത്തേക്ക് എടുക്കാൻ പറ്റും. 12n എന്ന് പറയുമ്പോഴും അതിൻ്റെ ഉള്ളിൽ നിന്ന് 3നെ പുറത്തേക്ക് എടുക്കാൻ പറ്റും. ഈ 4ന്റെ ഉള്ളിൽ നിന്ന് 3നെ പുറത്തേക്ക് എടുക്കാൻ പറ്റും. പക്ഷെ ഒരു 1 ബാക്കി വരുന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇതിനൊന്ന് മാറ്റി എഴുതാൻ പോവാടാ. ആദ്യം തന്നെ ഈ ഒരു ഇക്വേഷനെ 9n² + 12n + 3 + 1 ഇങ്ങനെ എഴുതാണ്. അപ്പൊ ഇങ്ങനെ എഴുതുമ്പോ ഈ പറഞ്ഞ ആദ്യത്തെ 3 ടേമിൽ നിന്നും എനിക്ക് എന്തിനെ പുറത്തേക്ക് എടുക്കാണോ മക്കളെ? 3നെ പുറത്തേക്ക് എടുക്കാം. അപ്പൊ ഞാൻ ഇവിടെ 3നെ പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ ബാക്കി ഇവിടെ ആദ്യം 9n² 9n² 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അല്ലെ പുറത്തേക്ക് എടുക്കാന്ന് പറയുമ്പോൾ അതാണ് വരുന്നത്. 9n² 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാ വരിക? 3n² അല്ലേ വരിക. അപ്പൊ ഇവിടെ എനിക്ക് എന്ത് കിട്ടി? 3n² പ്ലസ് 12n-നെ ഞാൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 12n-നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ് മക്കളെ വരിക? 4n ആണ് വരിക. അപ്പൊ ഇവിടെ എനിക്ക് എന്തുകൊണ്ട് എഴുതാടാ? 4n എന്ന് എഴുതാം. 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ് മക്കളെ വരിക? 3/3 എത്രയാണ് വരിക? 1 അല്ലേ വരിക. അപ്പൊ ഇവിടെ ബാക്കി 1 എന്നും കൊണ്ട് എഴുതി പ്ലസ് 1 എന്ന് കൊണ്ട് എഴുതാം. അതായത് 3നെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് +1. ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്ന് എന്റെ മക്കൾക്ക് എന്താണാ മനസ്സിലാക്കാൻ പറ്റുക? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ കൂടെ 1 കൂട്ടിയാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ വരുന്ന ആൾക്കാരാണ് ഈ പറഞ്ഞ ആ ഒരു സ്ക്വയർ എടുക്കുമ്പോൾ കിട്ടുന്നത്. അപ്പൊ നമ്മൾ ഓൾറെഡി എന്തെന്നാ പറയാ? രണ്ടാമത്തെ ശ്രേണിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞത് അതിനെയല്ലേ? രണ്ടാമത്തെ ശ്രേണിയുടെ പ്രത്യേകത 3n+1 എന്ന് പറഞ്ഞപ്പോ ഞാൻ എന്താ പറഞ്ഞത്? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരുന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഓൾറെഡി കറക്റ്റ് ആയി കഴിഞ്ഞിട്ടാണ് മക്കളെ. അപ്പൊ ഇത്രയാണ് നമുക്ക് മെയിൻ ആയിട്ട് ഈ പറഞ്ഞ കാര്യത്തിന്. നമ്മൾ എങ്ങനെയാ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതിയിരിക്കുമ്പോൾ എങ്ങനെയാ? when the sequence of the terms of this arithmetic sequence is divided by 3, the remainder is 1, hence 2 is the term in this sequence. അല്ലെങ്കിൽ ഒന്നാമത്തെ ശ്രേണിയുടെ പദങ്ങളുടെ വർഗത്തെ 3 കൊണ്ട് ഇരിക്കുമ്പോൾ മിച്ചം 1 കിട്ടും. അതുകൊണ്ട് ശ്രേണി 2-ലെ പദമായിരിക്കും. ഇത്രയും മാത്രം എന്റെ മക്കൾ എഴുതി വെച്ചാൽ മതി. ഈ പറഞ്ഞ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇത്രയുള്ളോടാ മക്കളെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്. ഇനി അത് കഴിഞ്ഞാലുള്ള അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാടാ.
അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് the sum of the first n terms of an arithmetic sequence is 2n square plus 3n ആണ് പറഞ്ഞിട്ടുള്ളത്. what is the sum of the first 5 terms? അല്ലെങ്കിൽ ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ n പദങ്ങളുടെ തുക 2n square plus 3n ആണ്. ആദ്യത്തെ 5 പദങ്ങളുടെ തുക എത്രയാണെന്നാണ് മക്കളെ ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് മക്കളെ ഇതിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമുക്കറിയാം, നമുക്ക് Sn is equal to എന്ന് പറഞ്ഞിട്ടുണ്ട് മക്കളെ 2n square plus 3n ആണെന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേറ്റ്മെന്റോട് എന്താണ് മക്കളെ ഉദ്ദേശിക്കുന്നത്? ആദ്യത്തെ n പദങ്ങളുടെ തുക Sn എന്ന് പറയുമ്പോൾ സം ഓഫ് n ടേംസ് അല്ലെങ്കിൽ n പദങ്ങളുടെ തുക എന്ന് പറയുന്നത് 2n square plus 3n ആണ്. എനിക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ള ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ആദ്യത്തെ 5 പദങ്ങളുടെ തുക എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ആദ്യത്തെ 5 പദങ്ങളുടെ തുക എന്ന് പറയുമ്പോൾ S5 അല്ലടാ മക്കളെ കണ്ടുപിടിക്കേണ്ടത്. 5 പദങ്ങളുടെ തുക, n പദങ്ങളുടെ തുക എന്ന് പറയുമ്പോൾ ഞാൻ Sn ആണെന്ന് പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ 5 പദങ്ങളുടെ തുക എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും മക്കളെ വരിക? S5 അല്ലേ വരിക? ഞാനിവിടെ കൊടുക്കാൻ പോവാ S5 എന്ന് കണ്ടു കൊടുക്കാൻ പോവാ. അപ്പൊ ഈ എന്നിന്റെ പ്ലേസിലൊക്കെ ഞാൻ 5 കൊടുത്താ പോരടാ മക്കളെ. അപ്പൊ അതാ എങ്ങനെയാ വരിക? 2 into 5 square plus 3 into 5 is equal to മക്കളെ 2 into 5 സ്ക്വയർ എത്രയാണ് വരിക? 5 സ്ക്വയർ എത്രയാ വരിക? 25. 2 into 5 സ്ക്വയർ എന്ന് പറയുമ്പോ 25 പ്ലസ് 3 into 5 എത്രയാണ് മക്കളെ വരിക? 15. 2 into 25 എത്രയാണ് മക്കളെ വരിക? 50 പ്ലസ് 15 is equal to 65. ആദ്യത്തെ 5 പദങ്ങളുടെ തുക എന്ന് പറയുന്നത് എത്രയായിരിക്കും മക്കളെ വരിക? 65 ആയിരിക്കും വരിക. ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ആയിട്ട് തന്നെ മക്കൾക്ക് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോ 10 പദങ്ങളുടെ തുകയാണ് ചോദിച്ചുള്ളത് എന്നുണ്ടെങ്കിലോ എന്നിന്റെ വാല്യൂ ആയിട്ട് 10 ഇട്ട് കൊടുത്താൽ മതി. 20 പദങ്ങളുടെ ആണെങ്കിലോ എന്നിന്റെ വാല്യൂ ആയിട്ട് 20 ഇട്ട് കൊടുക്കുക. ഏതാണോ എത്ര പദങ്ങളുടെ തുകയാണോ ചോദിക്കുന്നത് അത്രയും ആ ഒരു നമ്പർ ഇട്ട് കൊടുത്താൽ മതിയടാ. ഇനി അതിൽ രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഹൗ മെനി ടൈംസ് ഓഫ് ദി സീക്വൻസ് സ്റ്റാർട്ടിംഗ് ഫ്രം ദ ഫസ്റ്റ് must be added to get 324 എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഈ പറഞ്ഞ ചോദ്യത്തിന്റെ പ്രത്യേകത ഈ ശ്രേണിയിലെ ആദ്യത്തെ എത്ര പദങ്ങളുടെ തുകയാണ് 324. അതായത് നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററും ഇത് നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനും കൂടിയിട്ട് ക്ലൈംബ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് മക്കളെ ഇതെന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ അറിയാം, അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n പദങ്ങളുടെ തുക എന്താണെന്ന് അറിയാം മക്കളെ? 2n square plus 3n ആണെന്ന് അറിയാം. ഈ 2n square plus 3n ഈസ് ഈക്വൽ ടു എത്ര വരണമെന്നാ പറഞ്ഞുള്ളത്? 324. 324 വരുമ്പോ എപ്പോഴാണ് 324 വരുന്നത്? ഇതാണ് എനിക്ക് അറിയേണ്ടത്. ഇതാണ് നമ്മുടെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഇത് കണ്ടു കഴിഞ്ഞാൽ എന്റെ മക്കൾക്ക് അറിയാം ഇത് എന്താണ് മക്കളെ? ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. അപ്പൊ ഇതിന്റെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ ഫോർമാറ്റിലോട്ട് മാറ്റുമ്പോൾ എങ്ങനെയാണ് മക്കളെ വരിക? 2n square plus 3n minus 324 is equal to 0 എന്ന് കൊണ്ട് വരും. അപ്പൊ ഇങ്ങനെ വരുമ്പോ എനിക്കറിയാം, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാധാരണ നോർമലി ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ax² plus bx plus c ആയിരിക്കും എന്ന് പറഞ്ഞിട്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിനുള്ളിൽ നിന്ന് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ് പറഞ്ഞത് മക്കളെ? മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b² minus 4ac divided by 2a എന്ന് പറയുന്നതായിരിക്കും പറഞ്ഞിട്ടായിരുന്നു. ഇപ്പൊ അതാ നോക്കിയാടാ മക്കളെ, ഈ ഒരു ഇക്വേഷനായിട്ട് ഞാൻ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ എയുടെ വാല്യൂ എത്രയാണോ മക്കളെ വരിക? 2 ആണ് വരുന്നത്. ബിയുടെ വാല്യൂ എത്രയാണോ മക്കളെ വരുന്നത്? 3 ആണ്. സിയുടെ വാല്യൂ എത്രയാണോ മക്കളെ വരുന്നത്? മൈനസ് 324 ആണ് വരുന്നത്. ഇനി വെറുതെ ജസ്റ്റ് ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ വെറുതെ ഈ ഒരു ഇക്വേഷനിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ആദ്യം തന്നെ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഈ b² minus 4ac കണ്ടുപിടിക്കാൻ പോവാണ്. അതാണല്ലോ കുറച്ചുകൂടി ടാസ്ക് ആയിട്ടുള്ള പരിപാടി എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊന്ന് നോക്കി നോക്കിയാലോ. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് b² minus 4ac വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല പരിപാടി എന്ന് പറയുന്നത്. അപ്പൊ ഞാനിവിടെ b² minus 4ac വാല്യൂ കണ്ടുപിടിക്കാൻ പോവാം. b² minus 4ac എന്ന് പറയുമ്പോൾ ബിക്ക് പകരം എന്ത് കൊടുക്കണം മക്കളെ? എനിക്ക് 3² minus 4 into എക്ക് പകരം 2 കൊടുക്കണം മക്കളെ ഇൻറ്റു മൈനസ് 324. ഇത്രയാണ് വരിക. അപ്പൊ 3യുടെ വാല്യൂ 3യുടെ സ്ക്വയർ എത്രയാണ് മക്കളെ വരിക? 9 ആണ് വരിക. ഇനി എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ഏതാണ് മക്കളെ? 4 into 2 into minus 324. അപ്പൊ 4 into 2 എത്രയാണ് മക്കളെ വരിക? 8 ആണ് വരിക. ഇനി 8നെ ഞാൻ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 324 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പൊ ആൻസർ എന്തെന്ന് പറഞ്ഞിട്ട് വരും മക്കളെ? 2592 എന്ന് പറഞ്ഞിട്ട് വരും. എത്രയാണ് വരിക? 2592 എന്ന് പറഞ്ഞിട്ടാണ് വരിക. അപ്പൊ എനിക്ക് മൈനസ് 2592 എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഇവിടെ നെഗറ്റീവ് വരാനുള്ള കാര്യം എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കണോ? 4 into 2 8 ആണ് വരുന്നത്. 8 into 8 എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് നമ്പർ ആണ്. ഇവിടെ ഇതിന് ഞാൻ നെഗറ്റീവ് നമ്പർ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓൾറെഡി ഇവിടെയുള്ള മൈനസ് ഞാൻ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ മൈനസും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും മക്കളെ? പ്ലസ് ആയിട്ട് മാറും. അപ്പൊ നമുക്ക് എന്നാണ് മക്കളെ വരിക? 2592 പ്ലസ് എത്ര വരും മക്കളെ? 9
ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എഴുതാം മക്കളെ എനിക്ക് 2601 എന്ന് പറഞ്ഞിട്ട് വരും. ആൻസർ എന്താ വരിക? 2601 എന്ന് പറഞ്ഞിട്ടാണ് വരിക. അതായത് b² - 4ac വാല്യൂ എന്താണെന്ന് കിട്ടിയിടാ മക്കളെ? 2601 ആണെന്ന് കിട്ടി. ഇനി ഇതാ നിങ്ങൾക്ക് അറിയാതെ വിചാരിക്കണു ഇതിന്റെ റൂട്ട് എന്ന് പറയുമ്പോൾ എത്രയാണ് മക്കളെ വരിക? റൂട്ട് 2601 എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? 51 ആണ് വരിക. റൂട്ട് 2601ന്റെ ആൻസർ എന്ന് പറയുന്നത് 51 ആണ് വരിക. ഇതെങ്ങനെയാണ് മക്കളെ നമുക്ക് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുക? 50ന്റെ സ്ക്വയർ എത്രയാണ്? 2500 ആണ് വരിക. 60ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ വരിക? 3600 ആണ് വരിക. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ കിടക്കുന്ന ആളല്ലേ 2601 എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് മേ ബി 1ഉം 9ഉം വരുമ്പോഴാണ് ഈ പറഞ്ഞ ഏറ്റവും അവസാനത്തെ ഡിജിറ്റ് 1 ആയിട്ട് വരിക. അപ്പൊ ഇത് കുറച്ചും കൂടി ക്ലോസ് ആയിട്ട് നിൽക്കുന്നത് 2500 കാരണം 51 ആണെന്ന് പറഞ്ഞിട്ട് പ്രെഡിക്റ്റ് ചെയ്തിട്ട് നമ്മളൊന്ന് ചെയ്തു നോക്കി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഇവിടെ ഈ ഇക്വേഷനിൽ കൊടുക്കാൻ പോവാണ്. അപ്പൊ മൈനസ് ബി എന്ന് പറയുമ്പോ എത്രയാണ് മക്കളെ വരിക? -3 ± റൂട്ട് ഓഫ് b² - 4ac വാല്യൂ എത്രയാണ് വരുന്നത്? 2601 ആണ്. ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 2 × 2 ഈസ് ഈക്വൽ ടു എനിക്ക് എന്തുകൊണ്ടിട്ടുള്ള മക്കളെ 4 എന്ന് പറഞ്ഞിട്ട് കിട്ടും. അതായത് ഞാനിവിടെ എക്സിന്റെ വാല്യൂ ആയിട്ട് എനിക്ക് എന്തെന്ന് പറഞ്ഞാണ് മക്കളെ വരിക? -3 ± 51 ഡിവൈഡഡ് ബൈ 51 ഡിവൈഡഡ് ബൈ 4 എന്ന് പറഞ്ഞിട്ട് വരും. ഇനി ഇതാ ഞാൻ ഇതിന് സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ എക്സിന്റെ വാല്യൂ ആയിട്ട് എന്ന് പറഞ്ഞിട്ട് എഴുതാണോ മക്കളെ എനിക്ക്? -3 + 51 ഡിവൈഡഡ് ബൈ 4 എന്നും, അല്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് എഴുതാണോ മക്കളെ? എക്സ് ഈസ് ഈക്വൽ ടു -3 - 51 ഡിവൈഡഡ് ബൈ 4 എന്നും പറഞ്ഞിട്ട് വരും. അപ്പൊ -3 + 51 എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ? വ്യത്യസ്ത ചിഹ്നങ്ങൾ തമ്മിൽ കൂട്ടലല്ലേ? വ്യത്യസ്ത ചിഹ്നങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ എന്താ പറയുന്നത്? വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ഇടാന്നല്ലേ? അപ്പൊ ഇവിടെ എത്രയാണ്? 51ന് 3 പോയി കഴിഞ്ഞാൽ എത്രയായിരിക്കും വരിക? 48 ഡിവൈഡഡ് ബൈ 4 എന്ന് പറഞ്ഞിട്ട് വരും. ഇവിടെ വെട്ടിച്ചെറുതാക്കുമ്പോൾ എത്രയാണ് മക്കളെ വരിക? 12 എന്ന് പറഞ്ഞിട്ട് വരും. അതായത് എക്സിന്റെ വാല്യൂ മേ ബി 12 ആയിരിക്കാം. ഇനി ഇവിടെ വരുന്ന വാല്യൂ എത്ര എടുക്കുകയായിരിക്കും വരിക മക്കളെ? -54 ഡിവൈഡഡ് ബൈ 4 ആണ് വരിക. ഡിവൈഡ് ചെയ്യുമ്പോൾ എങ്ങനെ പോയാലും ഒരു നെഗറ്റീവ് നമ്പർ ആണ് കിട്ടാൻ സാധ്യത. അതുകൊണ്ട് ഒരു നെഗറ്റീവ് നമ്പർ വരാൻ സാധ്യതയില്ല. നമ്മൾ ഈ ഒരു വാല്യൂ മാത്രം എടുത്താൽ മതിയിടാം. അപ്പൊ എക്സ് ഈസ് ഈക്വൽ ടു എത്രയാണ് വരുന്നത്? 12 ആണ് വരുന്നത്. അപ്പൊ ആദ്യത്തെ 12 പദങ്ങളുടെ തുകയായിരിക്കും മക്കളെ എന്തെന്ന് പറയുന്നത്? ആദ്യത്തെ 12 പദങ്ങളുടെ തുകയായിരിക്കും 324 എന്ന് പറയുന്നത്. ഇങ്ങനെയാണോ മക്കളെ നമുക്ക് ഇത് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുക എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ? അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എന്തായിരുന്നു? പ്രൂവ് ദാറ്റ് ദ സം ഓഫ് എനി നമ്പർ ഓഫ് കോൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് ദ സീക്വൻസ് 4, 12, 20 സ്റ്റാർട്ടിംഗ് ഫ്രം ദ ഫസ്റ്റ് ടേം ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 4, 12, 20 എന്ന സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ പദം മുതൽ തുടർച്ചയായ എത്ര പദങ്ങൾ കൂട്ടിയാലും തുക പൂർണ്ണവർഗമായിരിക്കും എന്ന് തെളിയിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മുടെ നോക്കിയടാ മക്കളെ, എനിക്ക് ഇവിടെ അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇതിന്റെ കോമൺ ആയിട്ടുള്ള ആ ഒരു സമ്മിന്റെ എക്സ്പ്രഷൻ ആണ് ഞാൻ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്കറിയാം ആദ്യം ഈ പറഞ്ഞ സീക്വൻസിന്റെ എഫ് എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ വരുന്നത്? 4 ആണ്. ഡി എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ വരുന്നത്? 12 - 4 ഈസ് ഈക്വൽ ടു 8 ആണ് വരുന്നത്. അപ്പൊ ഞാൻ ആദ്യം തന്നെ ഈ സീക്വൻസിന്റെ nth ടേം കണ്ടുപിടിക്കാൻ പോവാടാ. nth ടേം എങ്ങനെയാണ് മക്കളെ കണ്ടുപിടിക്കുക? xn ഈസ് ഈക്വൽ ടു എന്താ പറഞ്ഞിട്ടുള്ളത്? dn + f - d എന്നാണ് നമ്മുടെ ആ ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ എനിക്ക് ഇവിടെ എന്ത് കൊണ്ട് എഴുതാടാ? ഇവിടെ d എന്ന് പറയുന്നത് എത്രയാണെന്ന് അറിയാം എനിക്ക്? 8n + f - d എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ വരിക? 4 - 8 4 - 8 എങ്ങനെയല്ലേ വരിക? അപ്പൊ എനിക്ക് എന്തുകൊണ്ട് എഴുതാം? 8n - 4 എന്നുകൊണ്ട് എഴുതാം. 8n - 4 ഇതാടാ മക്കളെ നമ്മുടെ എന്തെന്ന് പറയുന്നത്? nth ടേം എന്ന് പറയുന്നത്. അപ്പൊ xn ഈസ് ഈക്വൽ ടു എന്തുകൊണ്ട് കിട്ടിയിടാ മക്കളെ എനിക്ക്? xn ഈസ് ഈക്വൽ ടു 8n - 4 എന്ന് പറയുന്നതാണെന്ന് കിട്ടി. ഞാൻ ഈ പറയുന്ന കാര്യം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ദെൻ അടുത്തത് എനിക്ക് ഈ സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ പദം മുതൽ തുടർച്ചയായ എത്ര പദങ്ങൾ കൂട്ടിയാലും അല്ലെങ്കിൽ എത്ര ടേമുകൾ തമ്മിൽ ആഡ് ചെയ്താലും എന്നാണ് മക്കളെ പറയുന്നത്. അപ്പൊ ആഡ് ചെയ്യാന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും വരിക? SN ആടാ കണ്ടുപിടിക്കേണ്ടത്. nth ടേമിന്റെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ് മക്കളെ? n/2 × f + xn എന്ന് പറയുന്നതാണ്. അപ്പൊ ഞാൻ നോക്കിയേ, ഞാൻ ഇവിടെ എന്ത് ചെയ്യാൻ പോവാണ്? n/2 × f എന്ന് പറയുമ്പോ എത്രയാ മക്കളെ വരിക? f എന്ന് പറയുമ്പോ എത്രയാടാ വരിക? f എന്ന് പറയുമ്പോ എത്രയാ വരുന്നത്? ഇവിടെ 4 അല്ലേ വരുന്നത്. അപ്പൊ ഞാനിവിടെ ഇങ്ങനെ എഴുതാൻ പോവാണ് 4 + എന്നിട്ട് കൊണ്ട് എഴുതാണോ മക്കളെ എനിക്ക്? xn പകരം
8n-4 എന്ന് കൊണ്ട് കൊടുക്കാം. അപ്പൊ ഇങ്ങനെ വരുമ്പോ നോക്കിയാടാ മക്കളെ, ഈ +4ഉം -4 എന്ത് ചെയ്തു പോകും, ക്യാൻസൽ ചെയ്തു പോകും. അപ്പൊ എനിക്ക് എന്തുകൊണ്ട് മാത്രമായിടാ മക്കളെ, n/2 × 8 എന്ന് പറഞ്ഞിട്ടായി. ഈ 2നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും മക്കളെ, 4 ആയിട്ട് മാറും. അപ്പൊ n × n, n², 4n² എന്ന് കൊണ്ട് കിട്ടും. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. Sn = എന്തെന്ന് കൊണ്ട് കിട്ടി, എനിക്ക് 4n² എന്ന് കൊണ്ട് കിട്ടി. ഇതിൽ നോക്കിയാടാ മക്കളെ, ഇവിടെ n4 എന്ന് പറയുന്നത് ആരുടെ സ്ക്വയർ ആണ്, 2ന്റെ സ്ക്വയർ അല്ലേ. അപ്പൊ എനിക്ക് ഇതിനെ വേണമെന്നുണ്ടെങ്കിൽ 2n² എന്ന് കൊണ്ട് എഴുതിക്കൂടെ. അതായത് എനിക്കറിയാം 2² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാടാ വരുന്നത്, 4 അല്ലേ വരുന്നത്. അപ്പൊ Sn = വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തൊന്നും കൊണ്ട് എഴുതാടാ മക്കളെ, 2n² എന്ന് കൊണ്ട് എഴുതിക്കൂടെ. ഇത് തന്നെയല്ലാടാ നമ്മളോട് ചോദ്യത്തിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നതും. അതായത് ഇവിടെ എന്താ പറയാ, prove that the sum of any number of consecutive terms of the sequence starting from the first term is a perfect square. ഞാൻ ഇവിടെ കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോ ഞാൻ നോക്കിയേ, സമ്മിന്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചപ്പോ 4n² ആ കിട്ടിയത്. അതിനെ ഞാൻ മാറ്റി എഴുതിയപ്പോ 2n² എന്നായിട്ട് മാറി. അതായത് എല്ലാതും പെർഫെക്റ്റ് സ്ക്വയർ ആണാ മക്കളെ. നമ്മൾ ഓൾറെഡി ആൻസറിലോട്ട് എത്തിക്കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ കിട്ടിക്കഴിഞ്ഞു. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആയിരുന്നു. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ആദ്യത്തെ പദം മുതൽ തുടർച്ചയായ എത്ര പദങ്ങൾ കൂട്ടിയാലും തുക പൂർണ്ണവർഗമാകുന്ന മറ്റൊരു സമാന്തര ശ്രേണി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം അറിയേണ്ട കാര്യം എന്ന് പറയുന്നത്, അതായത് പറഞ്ഞു കഴിഞ്ഞാൽ sum of any number of consecutive terms from the first term is always a perfect square എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ എത്ര ടേം കൂട്ടി കഴിഞ്ഞാൽ നമുക്കറിയാലോ, നമ്മൾക്ക് ഒറ്റ സംഖ്യകളുടെ തുക അല്ലെങ്കിൽ ഓഡ് നമ്പേഴ്സിന്റെ സമ്മ എന്ന് പറയുന്നത് എത്രയായിരിക്കണം മക്കളെ വരിക. ഓഡ് നമ്പേഴ്സിന്റെ സമ്മ എത്രയാണോ വരിക, നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കണം. 1 + 3 + 5 etc. n ആണെന്നുണ്ടെങ്കിൽ, അതായത് പറഞ്ഞാൽ പോവാണെന്നുണ്ടെങ്കിൽ ഇവരുടെ സമ്മ എന്ന് പറയുന്നത് Sn = എന്തായിരിക്കും പറയുന്നത്, n² ആയിരിക്കും പറഞ്ഞിട്ടുണ്ട്. Sn = എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ട്, n² ആയിരിക്കും പറഞ്ഞിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ എന്റെ മക്കൾക്ക് ഈ ഒരു ആൻസർ എഴുതിച്ചാൽ മതി. വേണമെന്നുണ്ടെങ്കിൽ എന്ത് എഴുതിച്ചാൽ മതി മക്കളെ, ഈ ഒരു ആൻസർ എഴുതിച്ചാൽ മതി. ഇനി അതല്ലെങ്കിൽ ഞാൻ ഒരു ഐഡിയയും കൂടി പറഞ്ഞുതരാം. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ നമ്പറിനെ, അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 135 എന്ന് പറയുന്ന ഈ പറഞ്ഞ ആൾക്കാരെ ഏതെങ്കിലും ഒരു പെർഫെക്റ്റ് സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് എന്ന് ഞാൻ പറയണു, അതായത് 1 + 3 + 5 എന്ന് പറയുന്ന ഏതൊരു സീക്വൻസിലുള്ള ആരെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ ആണ്. നമ്മൾ ഈ പറഞ്ഞ കണ്ടീഷൻ നമുക്ക് ഓക്കെ ആണ്. ഇനി അതല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത് 2ന്റെ പെർഫെക്റ്റ് സ്ക്വയർ എത്രയാണ് വരുന്നത്, 4 അല്ലേ വരുന്നത്. അപ്പൊ 4 × 1 + 3 + 5 etc. അതായത് നമുക്ക് ആൻസർ എന്ന് പറഞ്ഞിട്ട് കിട്ടൂടാ മക്കളെ, 4 + 12 + 20 etc. ഈ പറഞ്ഞ സീക്വൻസിന്റെയും സംബന്ധമായിരിക്കും വരിക, പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും വരിക. ഇനി അതല്ല, അടുത്ത പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത് ആരാണ്, 2ന്റെ സ്ക്വയർ 4 ആണ്. 3യുടെ സ്ക്വയർ എത്രയാണ് മക്കളെ വരിക, 9 അല്ലേ വരിക. അപ്പൊ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ 9 × 1 + 3 + 5 etc. എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാക്കിയാലും കുഴപ്പമില്ല. അപ്പൊ എത്രയാണ് മക്കളെ വരിക, 9 + 9 × 3 എത്രയാ വരിക, 27 + 9 × 5 എത്രയാ വരിക, 45 etc. ഈ പറഞ്ഞ സീക്വൻസിന്റെ ആയാലും ആദ്യത്തെ എത്ര ടേമിന്റെ സമ്മ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും വരിക. ഇനി അടുത്തത് എങ്ങനെയായിരിക്കും വരികടാ മക്കളെ, 16 × 1 + 3 + 5 etc. ഇങ്ങനെ എത്ര എണ്ണത്തിന്റെ വേണമെങ്കിലും നമുക്ക് എഴുതാടാ. ഇതൊരു ടെക്നിക്കാണ്. അപ്പൊ ഇതൊന്നും ഓർമ്മയിൽ വെച്ചാൽ മതി. അപ്പൊ ഇത്രയും ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെക്ഷൻ ഡി ഓൾറെഡി കഴിഞ്ഞൂടാ. സെക്ഷൻ ഡി ഓൾറെഡി കഴിഞ്ഞു. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഭാഗമാണ് സെക്ഷൻ ഡി എന്ന് പറയുന്നത്. നിങ്ങളത് മനസ്സിരുത്തിയിട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, ചെയ്ത് പഠിക്കുക, കൃത്യമായിട്ട് ചെയ്ത് പഠിക്കുക. അപ്പൊ തന്നെയാണ് മക്കളെ നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ അത് കൃത്യമായിട്ട് ചെയ്ത് പഠിച്ചതിന് ശേഷം ഞങ്ങളുടെ ബാക്കി വീഡിയോസ് കാണുക. കണ്ടിട്ടില്ലാത്തവരെ അത് കാണുക. അല്ലാത്തവരെന്താ പറയാ, ഇത് ചെയ്ത് പഠിച്ചിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ അടുത്ത വീഡിയോ സെക്ഷൻ ഇയിലെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നുണ്ട് മക്കളെ. അപ്പൊ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഈ വരുന്ന പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിച്ചിട്ട് നല്ല റിസൾട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.